പ്രൈസ് ദി ലോർഡ്. ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ പൗലോസ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 1-ാം തിരുവചനം ഇങ്ങനെ വെളിപ്പെടുത്തുന്നു: ആകയാൽ സഹോദരങ്ങളെ, ദൈവത്തിന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. പ്രിയപ്പെട്ടവരെ, ആരാധന ദൈവത്തിന് മാത്രം ഉള്ളതാണ്. ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. സ്വർഗത്തിൽ പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് യേശുക്രിസ്തു ഇരിക്കുന്നു. ദൂതന്മാരും അധികാരങ്ങളും ശക്തികളും അവിടത്തേക്ക് കീഴ്പ്പെട്ടുമിരിക്കുന്നു. 7 വിളക്കിന്റെ നടുവിൽ ശോഭപൂർണനായി ഇരിക്കുന്ന യേശുവിനെ നോക്കി 6 ചിറകുള്ള ജീവികൾ ഇടവിടാതെ ഇങ്ങനെ ഉദ്ഘോഷിച്ചു കൊണ്ടിരിക്കുന്നു: ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവവുമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ട് വിശുദ്ധിയോടുകൂടി നമ്മൾ ആയിരിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. വചനം പറയുന്നു: നിങ്ങളുടെ ശരീരം പാപം നിമിത്തം മൃതമാണെങ്കിലും ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മാവ് നീതി നിമിത്തം ജീവനുള്ളതായിരിക്കും. സ്നേഹമുള്ളവരെ, ലോകത്തിന് മാറ്റം സംഭവിച്ചിട്ട് ഞാൻ മാറ്റം ആഗ്രഹിക്കാം എന്ന് വിചാരിക്കരുത്. നമുക്ക് മാറ്റം സംഭവിച്ചാലേ നമ്മുടെ ലോകത്തിനും മാറ്റം സംഭവിക്കുകയുള്ളൂ. അതുകൊണ്ട് പ്രത്യാശയുടെ ദൈവം നമ്മുടെ വിശ്വാസത്താൽ സകല സന്തോഷവും സമാധാനവും കൊണ്ട് നമ്മളെ നിറയ്ക്കട്ടെ. നമുക്ക് ആ കർത്താവിനെ ആരാധിക്കാം. ആരാധനയുടെ നായകനായ കർത്താവ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. ആ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം എല്ലാം നിങ്ങൾക്ക് ലഭിക്കും എന്ന് പറഞ്ഞ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. അഭിഷേകത്തെ തരുന്നവനെ അങ്ങേ ഞാൻ ആരാധിക്കും. ആരാധനയും നായകനെ അങ്ങേ ഞാൻ ആരാധിക്കും. അഭിഷേകത്തെ തരുന്നവനെ ഹല്ലേലൂയ. നമ്മുടെ ദൈവം നമ്മുടെ ആശ്വാസമാണ്. നമുക്ക് കർത്താവിനോട് പറയാം: ഞങ്ങളുടെ ആശ്വാസവും ഞങ്ങളുടെ ആശ്രയവുമായ കർത്താവെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. കർത്താവെ, അങ്ങേക്ക് സമനായി ആരുമില്ല. അവിടുന്ന് ഉന്നതനാണ്. അങ്ങയുടെ നാമം എല്ലാ നാമങ്ങൾക്കും മേലായി ഉയരട്ടെ. ആശ്വാസം നീ, ആശ്രയം നീ, അങ്ങേ ഞാൻ ആരാധിക്കും. ഹല്ലേലൂയ. ഇമ്പവും നീ, ഇണയില്ല നാമമേ, അങ്ങേ ഞാൻ ആരാധിക്കും. ആശ്വാസം നീ, ആശ്രയം നീ, അങ്ങേ ഞാൻ ആരാധിക്കും. ഇമ്പവും നീ, ഇണയില്ല നാമമേ, അങ്ങേ ഞാൻ ആരാധിക്കും. ഓ ജീസസ്. അങ്ങേ ഞാൻ ആരാധിക്കും. ഹല്ലേലൂയ.
ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ആമേൻ. ഓ ജീസസ്. ഹല്ലേലൂയ, 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 ആമേൻ. വചനം പറയുന്നു, ഞാനാകുന്നു വഴിയും സത്യവും ജീവനും, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് എത്തുന്നില്ല. വചനമാകുന്ന ക്രിസ്തുവേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങാണ് ഞങ്ങളുടെ ദൈവം, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. വഴിയും നീയേ, സത്യവും നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. ഹല്ലേലൂയ. ചിന്തയും നീയേ, ആശയും നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. യേശുവേ. വഴിയും നീയേ, സത്യവും നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. ജീസസ്. ചിന്തയും നീയേ, ആശയും നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. അങ്ങേ ഞാൻ ആരാധിക്കും. യേശുവേ, അങ്ങേ ഞാൻ ആരാധിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ആമേൻ. ഹല്ലേലൂയ, 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 ആമേൻ. കർത്താവായ യേശുവേ, അവിടുന്ന് ജഗവറാഫ ആകുന്നു. സൗഖ്യദായകനായ അവിടുന്ന് ആദിയും അന്തവുമാണ്, ആൽഫയും ഒമേഗയുമാണ്. അതുകൊണ്ട് ഞങ്ങൾ അവിടുത്തെ ആരാധിക്കുന്നു. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഔഷധം നീയേ, ഓഹരിയും നീയേ, ജീസസ്. അങ്ങേ ഞാൻ ആരാധിക്കും. യേശുവേ. ആൽഫയും നീയേ, ഒമേഗയും നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. Glory. ഔഷധം നീയേ, ഓഹരിയും നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. ആൽഫയും നീയേ, ഒമേഗയും നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. അങ്ങേ ഞാൻ ആരാധിക്കും. യേശുവേ, അങ്ങേ ഞാൻ ആരാധിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ആമേൻ. ഹല്ലേലൂയ, 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 ആമേൻ. ഇന്നത്തെ ദിവസം കർത്താവായ യേശു ക്രിസ്തു നമ്മളെ എല്ലാ മക്കളെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.